പവിത്രത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഷീല വിക്രമിനുള്ള ചായയായി പുറത്തേക്ക് പോകുമ്പോഴേക്കും ജനലിലൂടെ ഗൗരിമോൾ അവനെ നോക്കി നിൽക്കുകയാണ്. ചമ്പൂകൻ വാളും പിടിച്ച് മുറ്റത്തുലാത്തുന്നത് പോലെ തോന്നി. അവൾ വാ പൊത്തി ചിരിക്കുകയാ. ഷീല വിക്രമിനെ ചായ കൊടുത്തുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുകയാ. മേരാ നാം ഷീല ഹെ, മേം ഇൻകെ സാത്ത് ദില്ലി में थी. കുറച്ചുനാൾ പക്ഷേ മലയാളം അറിയും. അമ്മ മലയാളിയാ, കണ്ണൂർ, അച്ഛൻ മറാഠി. അമ്മ ഞങ്ങളെ രണ്ടുപേരെയും മലയാളം പഠിപ്പിച്ചു. എന്നാലും എനിക്ക് ഹിന്ദി വരും. ഹിന്ദി അറിയുമോന്ന് അവൾ വിക്രത്തോടായി ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് അവൻ പറയേ, സാരമില്ല, എനിക്ക് മലയാളം അറിയല്ലോ. ഒരേ വീട്ടിലെ ജോലിക്കാരാവുമ്പോ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവുമല്ലോ എന്ന് ഷീല പറയുന്നത് ചിരിയോടെ കേട്ടു നിൽപ്പാ വിക്രവും. അപ്പോഴാണ് ഷീലയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത്. അവൾ അത് എടുത്തു നോക്കി. മോളുടെ മെസ്സേജ് ആണല്ലോ. ഇവിടുത്തെ ഗൗരിക്കുട്ടിയാ. ഗൗരിക്കുട്ടീസ് വേൾഡ് എന്ന ചാനലൊക്കെ ഉണ്ട്. തരുൺ സാർ ഉണ്ടാക്കി കൊടുത്തതാ. 1K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് ഷീല പറയുന്ന കേൾക്കേ. ആണോ, എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രം ഷീലയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി നോക്കുകയാ. അതിൽ കണ്ട ഗൗരിയുടെ പുതിയ വീഡിയോ വിക്രം പ്ലേ ചെയ്യുന്നുണ്ട്. ഹായ് ഗൈസ്, കുട്ടികൾക്കുള്ള സാധനങ്ങൾ കട്ടു തിന്നുന്നവരെ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. ആദ്യം നമ്മൾ സെൽഫി വീഡിയോയുമായി അടുക്കളയുടെ പുറത്ത് മറഞ്ഞു നിൽക്കണം. അപ്പോ നമുക്ക് തരാനുള്ള പാലുണ്ടാക്കാനായി വീട്ടിലെ സെർവന്റ് ചേച്ചി തുടങ്ങും എന്നവൾ ആ വീഡിയോയിൽ പറയുന്നത് കേൾക്കേ. ഷീലയും പരിഭ്രമത്തോടെ വിക്രത്തെ നോക്കുകയാ. ഷീല അവളുടെ പൊടികട്ട് തിന്നുന്നത് വീഡിയോയിൽ കണ്ട് വിക്രവും ചിരിക്കുക. ഷീല ചമ്മലോടെ നിൽക്കുമ്പോഴേക്കും മൊബൈൽ അവളുടെ കയ്യിലേക്ക് തിരികെ കൊടുത്ത് ആള് കൊള്ളാലോ എന്ന് പറയേ. അയ്യോ, അത് ഞാൻ വെറുതെ, മോളിടയ്ക്ക് ഇങ്ങനെ ചില തമാശകളൊക്കെ കാണിക്കുന്നതാ എന്ന് പറഞ്ഞ് വിക്രത്തിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി വീട്ടിലേക്ക് നടന്ന്, ദൈവമേ, ഇവൾ പോസ്റ്റ് ചെയ്യാതിരുന്ന മതിയായിരുന്നു എന്നൊക്കെ പിറുപിറുത്ത് അകത്തേക്ക് കയറുമ്പോഴേക്കും ഗൗരി ചിരിയോടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഗൗരി മോളെ വാ എന്ന് സ്നേഹത്തോടെ വിളിച്ച്, മോളത് പോസ്റ്റ് ചെയ്തോ എന്ന് ഷീല ചോദിക്കുക. ഇല്ല, അച്ഛനോട് പോസ്റ്റ് ചെയ്ത് തരാൻ പറയണമെന്ന് ഗൗരി. സാർ അറിഞ്ഞാൽ എന്നെ ചീത്ത പറഞ്ഞ് കൊല്ലുമെന്ന് ഷീലയും. അപ്പൊ ഞാനാണ് കട്ടു തിന്നുന്നതെന്ന് എന്തിനാ അച്ഛമ്മേനോട് പറഞ്ഞത് എന്ന് ഗൗരി ചോദിക്കേ. അത് എനിക്ക് തെറ്റുപറ്റി, മോൾ ഇതാരോടും പറയരുത് പ്ലീസ് എന്ന് ഷീല പറയുന്നു. അങ്ങനെ പറയാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ പറയുമെന്ന് ഗൗരി. മോളെ ഞാൻ കാല് പിടിക്കാമെന്ന് ഷീല പറയേ. എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരാമെന്ന് ഉറപ്പുതായെന്ന് ഗൗരി. എന്ത് വേണേലും ചെയ്യാം, മോള് പറ എന്ന് ഷീലയും. ഇനി മേലിൽ എനിക്ക് പാലും പൊടിയും കലക്കി തരാൻ പാടില്ല എന്ന് ഗൗരി ഉത്തരവിടെ. അയ്യോ, അച്ഛമ്മ ചോദിച്ചാൽ എന്ന് ഷീലയും ചോദിക്കും. തന്നൊന്ന് പറയണം, എന്നോട് ചോദിച്ചാൽ ഞാൻ കുടിച്ചൊന്നും പറഞ്ഞോളാം എന്നവൾ പറയുന്നത് കേൾക്കേ. അപ്പൊ മോൾക്ക് കഴിക്കാൻ എന്ന് ഷീലയും ചോദിക്കുക. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കഴിച്ചോളാം, പാൽ എനിക്ക് ഇഷ്ടമല്ല അതാ എന്ന് ഗൗരിയും. അപ്പൊ വാങ്ങുന്ന പാൽ എന്ത് ചെയ്യുമെന്ന് ഷീല ചോദിക്കേ. അത് ഷീലാന്റി കഴിച്ചോ, എനിക്ക് വേണ്ടെന്ന് ഗൗരിയും. അത് വേണോ മോളെ എന്ന് ഷീല ടെൻഷനോടെ ചോദിക്കേ. വേണം, അല്ലെങ്കിൽ ഞാനിതിപ്പോ അച്ഛനോട് പറയുമെന്ന് ഗൗരി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയ്യോ വേണ്ട, ഇനി മുതൽ മോള് കുടിച്ചോന്ന് ഞാൻ കള്ളം പറഞ്ഞോളാം ഉറപ്പെന്ന് ഷീല പറയുമ്പോഴേക്കും, ഉറപ്പാണല്ലോ എന്ന് ആന്റി പോയിക്കോ, ഞാൻ സ്കൂളിൽ പോവാൻ റെഡി ആവട്ടെ എന്ന് പറയുമ്പോഴേക്കും ഷീല അവിടുന്ന് പോവുകയാണ്. ഗൗരിയും സന്തോഷത്തോടെ സ്കൂളിൽ പോവാൻ റെഡിയാവാനായി പോവുകയാണ്. റെഡിയായി ഇറങ്ങിയ തരുണം അങ്ങോട്ട് വന്ന്, മോളെ റെഡിയായോ ഗൗരി മോളെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും യൂണിഫോം ഇട്ട് റെഡിയായി വന്ന ഗൗരിയും, പിന്നെ ആ ചമ്പൂകനോടൊന്ന് വരാൻ പറയോ അച്ഛാ എന്ന് ചോദിക്കുന്നു. അതെന്തിനാന്ന് തരുൺ ചോദിക്കേ. എന്റെ ബാഗ് എടുക്കണ്ടേ എന്ന് ഗൗരി. അതൊക്കെ അച്ഛൻ എടുത്താ പോരെന്ന് തരുൺ ചോദിക്കുന്നുണ്ടെങ്കിലും പോരാ, അയാള് തന്നെ എടുത്താ മതിയെന്ന് ഗൗരിയും. അത് വേണോന്ന് തരുൺ വീണ്ടും ചോദിക്കേ. വേണം, മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്, എനിക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഗൗരിയും. ഇന്റർവ്യൂവോ, എന്തിന് എന്ന് തരുൺ ചോദിക്കേ. അതെ, എന്റെ ബോഡി ഗാർഡായി വരുന്ന ആളല്ലേ, അപ്പൊ എനിക്ക് ഇന്റർവ്യൂ ചെയ്യണ്ടേ. അച്ഛൻ ചെന്ന് അയാളോട് വരാൻ പറ, ഞാൻ അപ്പോഴേക്കും ചോദ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കട്ടെ എന്ന് ഗൗരി പറയേ. ഓക്കെ പറഞ്ഞ് അവൾക്കൊരു ഉമ്മയും കൊടുത്ത് തരുൺ പുറത്തേക്ക് പോകും. തരുൺ പോയി കഴിയുമ്പോഴേക്കും ഗൗരി ഡോറടച്ച് കുപ്പിയിലുള്ള കോട്ടികളെല്ലാം വാതിലിനടുത്തു തന്നെ വിതറിയിടുകയാ. പിന്നീട് കട്ടിലിൽ കയറിയിരുന്ന് അവൾ ഓർക്കുകയാ, ചമ്പുകൻ ആ കോട്ടികളിൽ ചവിട്ടി അയ്യോ എന്ന് വിളിച്ച് നിലത്തേക്ക് തെന്നി വീഴുന്നത്. അതോർത്തവൾ അവിടെ ഇരുന്ന് വാ പൊത്തിച്ചിരിക്കുകയാ. സിറ്റ് ഔട്ടിലേക്ക് എത്തുന്ന തരുണം, എടോ വിശ്വം എന്ന് നീട്ടി വിളിക്കേ. വിക്രം ഓടി സിറ്റ് ഔട്ടിലേക്ക് ചെല്ലുന്നു. താനൊന്ന് അകത്തേക്ക് ചെല്ല്, മോൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ ഇറങ്ങാ, പിന്നെ അവള് ചിലപ്പോ ദേഷ്യവും പിണക്കവും ഒക്കെ കാണിക്കും, ഒന്ന് ഹാൻഡിൽ ചെയ്യണം എന്ന് തരുൺ പറയേ. ഏയ്, ഒരു കുഴപ്പമില്ല സാർ, ധൈര്യമായിട്ട് പോയിട്ട് വരണം എന്ന് വിക്രം പറയുന്നുണ്ട്. മോളെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞ് തരുൺ പോകുമ്പോഴേക്കും ഞാൻ നന്നായി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിക്രവും അകത്തേക്ക് കയറി പോകും. തരുൺ കാറിൽ കയറി പോകുമ്പോഴേക്കും വിക്രവും ഹാളിലേക്ക് എത്തുന്നു. അങ്ങോട്ട് വന്ന ഷീല വിക്രത്തെ കണ്ട്, എന്താ സാർ എന്ന് ചോദിക്കേ. അല്ല, മോളുടെ മുറി എന്ന് വിക്രവും. ദാ ആ കാണുന്നതാ എന്ന് ഷീല ചൂണ്ടിക്കാണിക്കേ. മോള് വിളിച്ചിട്ടാ എന്ന് വിക്രവും പറയും. ഞാൻ വരണോ എന്ന് ഷീല ചോദിക്കേ. വേണ്ടെന്ന് വിക്രവും. എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞോണേ എന്ന് പറഞ്ഞ് ഷീല അകത്തേക്ക് കയറി പോകും. വിക്രവും അടഞ്ഞു കിടക്കുന്ന ഡോറിൽ മുട്ടുമ്പോഴേക്കും ആരാണ് എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. മാലാഖ എന്ന് വിക്രം. എന്തിനു വന്നു
എഴുത്തും കൊണ്ട്. എന്തെഴുത്ത് എന്നവൾ ചോദിക്കെ തലയിൽ എഴുത്തെന്ന് വിക്രം. എന്ത് തല? മുട്ടത്തല. എന്ത് മുട്ട? കോഴിമുട്ട. എന്ത് കോഴി? പൂവൻ കോഴി. എന്ത് പൂവൻ? കാട്ടുപൂവൻ. എന്ത് കാട്? പട്ടിക്കാട്. എന്ത് പട്ടി? പേപ്പട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുരയ്ക്കുക. ഗൗരി പെട്ടെന്ന് കട്ടിലേക്ക് കയറി ഇരിക്കുമ്പോഴേക്കും മേ ഐ കമിൻ എന്നവൻ വിളിച്ചു ചോദിക്കുന്നു. യെസ്, ഓപ്പൺ ദ ഡോർ എന്ന് ഗൗരി പറയെ വിക്രം പതിയെ ഡോർ തുറന്ന് കട്ടിലിരിക്കുന്ന ഗൗരി ഒന്ന് ശ്രദ്ധിക്കുമ്പോഴേക്കും കം സ്ട്രെയിറ്റ് എന്ന് ഗൗരിയും പറയുന്നുണ്ട്. അപ്പോഴാണ് നിലത്തിട്ട കോട്ടികളെല്ലാം വിക്രമിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നേരെ എന്ന് ഗൗരി പറയുമ്പോഴേക്കും വിക്രം മുറിയിലേക്ക് കയറാനായി തുടങ്ങുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് വാ എന്ന് ഗൗരി പറയെ വിക്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വന്ന് അതിൽ ചവിട്ടി വീഴാൻ പോകുന്നതായി അഭിനയിച്ച് ചുമരിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഗൗരി വാ പൊത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ശരിക്കും വീണേനെ എന്ന് വിക്രം പറയെ നിങ്ങളാണല്ലേ ശരിക്കും ബിജി എന്നവൾ ചോദിക്കുന്നുണ്ട്. ബിജിയോ എന്ന് വിക്രം ചോദിക്കേ ബോഡി ഗാർഡ് എന്ന് വെച്ച് എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കരുത് എന്ന് ഗൗരി പറയെ ആര് പറഞ്ഞു? ഒരിക്കലുമില്ലെന്ന് വിക്രവും. അവൾ കട്ടിലിന്നിറങ്ങി ഈ കോട്ടികളൊന്ന് കുപ്പിയിലാക്കി വെക്കാൻ സഹായിക്കോ എന്ന് ചോദിക്കേ പിന്നെന്താ കുപ്പി ഇങ്ങെടുക്ക് എന്ന് പറഞ്ഞ് അവളുടെ കൂടെ നിലത്തേക്കിരുന്ന് ആ കോട്ടികളെല്ലാം കുപ്പിയിൽ പെറുക്കി ഇടുകയാണ് വിക്രം. എന്നാലും ആരാണാവോ ഈ കോട്ടികളൊക്കെ ഇവിടെ കൊണ്ടിട്ടത് എന്ന് വിക്രം ചോദിക്കുകൾക്ക് ഗൗരി വീണ്ടും വാ പൊത്തിച്ചിരിക്കുകയാണ്. ആ കുഴപ്പമില്ല, ആരായാലും നമുക്ക് കണ്ടുപിടിക്കാം. ചിലപ്പോ ആ സെർവന്റ് ആയിരിക്കോ എന്ന് വിക്രം അവളോടായി ചോദിക്കും. അത് ഞാൻ കണ്ടുപിടിച്ചോളാം, തൽക്കാലം ആ കോട്ടികളൊക്കെ ബോക്സിലിട്ട് വെച്ചാൽ മതി എന്നവളും പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്കൂൾ ബസ് അങ്ങോട്ട് വന്ന് ഹോണടിക്കുകയാണ്. ഗൗരി അവിടെ റൂമിൽ കോട്ടികളെല്ലാം കുപ്പിയിലാക്കുന്ന തിരക്കിലോ. ഹാളിലേക്ക് വന്ന അച്ഛമ്മയും മോളെ വണ്ടി വന്നു എന്ന് വിളിച്ചു പറയും. ദേ വണ്ടി വന്നു എന്ന് കട്ടിലിനടിയിൽ നിന്ന് വിക്രം വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ കേട്ടോ, ബാഗ് എടുത്തോളൂ എന്ന് പറയുമ്പോഴേക്കും വിക്രം ഗൗരിയുടെ ബാഗ് എടുത്ത് തോളത്തിടുകയാണ്. അതെ, ഞാൻ മുന്നിൽ നടക്കാം, ബോഡി ഗാർഡ് പിന്നിൽ നടന്നാൽ മതി, അപ്പോഴേ തട്ടിക്കൊണ്ടു പോയാൽ അറിയുള്ളൂ. അച്ഛനെ അതാ പേടി എന്നവൾ പറയുന്നവൾക്ക് ശരിയാണല്ലോ, മിടുക്കിയ നടന്നു എന്ന് പറഞ്ഞ് വിക്രം ഗൗരിയുടെ പുറകെ ഹാളിലേക്ക് എത്തുമ്പോഴേക്കും ആഹാ ഇയാളകത്തുണ്ടായിരുന്നു എന്ന് സേതുലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. അച്ഛമ്മേ ഞാൻ പോയി വരാട്ടോ എന്ന് ഗൗരി യാത്ര പറയേ ശരി മോളെ എന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മ കൊടുത്ത് യാത്രയാക്കുകയാ സേതുലക്ഷ്മി. വിക്രം പുറകെ ചെന്ന് അവളെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി ആ ബസ്സിന്റെ പുറകിൽ തന്റെ ബാഗും എടുത്ത് സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നീട് സ്കൂളിലെത്തി ഗൗരിമോൾ ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും വിക്രവും അവിടെ ഒരു മരത്തണലിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് തരുണിന്റെ കോൾ വരുന്നത്. അവൻ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ വിശ്വ, സ്കൂളിലെത്തിയില്ലേന്ന് കാറിൽ യാത്രയിലായിരുന്ന തരുൺ ചോദിക്കുന്നുണ്ട്. എത്തി സാർ, മോൾ ഇത് അകത്തേക്ക് പോയി, ഞാൻ പുറത്തുണ്ടെന്ന് വിക്രവും പറയുകയാ. ഇന്നു മുതൽ മോളുടെ സുരക്ഷയ്ക്കായി ഒരാൾ എപ്പോഴും കാവലിരിക്കുമെന്ന് ഞാൻ പ്രിൻസിപ്പാളിനോട് പറഞ്ഞിട്ടുണ്ട്. താൻ കുറച്ചു കഴിഞ്ഞ് അവരെ പോയി കാണണം, എപ്പോഴും അവളുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം, കേട്ടല്ലോ എന്ന് തരുൺ വീണ്ടും ഓർമ്മിപ്പിക്കേ. ഉറപ്പായും സാർ, സാറ് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വവും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് തരുൺ കോൾ കട്ട് ചെയ്യുക. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നതിനിടയിലും ഗൗരി ഇടയ്ക്കിടെ പുറത്തിരിക്കുന്ന വിക്രത്തെ തിരിഞ്ഞു നോക്കുകയാണ്. ഇടയ്ക്കവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കണ കണ്ട് മോളെ ഗൗരി എന്താ എന്ന് ടീച്ചർ ചോദിക്കേ ഒന്നുമില്ലെന്ന് അവളും. പിന്നീട് ഇടയ്ക്കവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രത്തെ അവിടെ കാണാത്തതിനാൽ അവളാകെ ടെൻഷനോടെ ഇരിപ്പാ. വിക്രം അപ്പോഴേക്കും പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് എത്തിയിരുന്നു. അനുവാദം ചോദിച്ച് അകത്തേക്ക് കയറുമ്പോഴേക്കും പ്രിൻസിപ്പാൾ മാഡവും വിക്രത്തോട് ഇരിക്കാനായി പറയുകയാണ്. കോളിംഗ് ബെല്ലടിച്ച് പ്യൂണിനെ വിളിച്ച് ചായയോ കാപ്പിയോ എന്ന് മാഡം വിക്രത്തോടായി ചോദിക്കേ. വേണ്ട മാം എന്ന് വിക്രം പറയുമ്പോഴേക്കും പ്യൂണിനോടായി KGയിലെ സ്വാതി ടീച്ചറോട് വരാൻ പറയൂ എന്ന് പ്രിൻസിപ്പാൾ പ്യൂണിനെ പറഞ്ഞു വിടുക. വിശ്വൻ എന്നാണ് പേരല്ലേ എന്ന് മാഡം ചോദിക്കേ. അതെ എന്ന് വിക്രം. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരാൾ മുഴുവൻ സമയവും സ്കൂളിൽ കാവല് നിൽക്കാന്ന് പറഞ്ഞാൽ അതിവിടെ പതിവുള്ള കാര്യമല്ല. മാത്രമല്ല ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ സുരക്ഷിതരല്ല എന്നൊരു ധ്വനി അതിലുണ്ട് താനും. പിന്നെ തരുൺ സാർ അത്രത്തോളം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചുവെന്നേ. അതും അവർക്ക് നേരെ അറ്റാക്ക് കൂടി ഉണ്ടായിന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം. കോയിൻസിഡൻസ് ആയി എന്തെങ്കിലും സംഭവിച്ചാൽ, പ്രത്യേകിച്ചും അത് കുട്ടികളുടെ മുന്നിൽ വെച്ചാണെങ്കിൽ, അതൊരു ഫിസിക്കൽ ഫൈറ്റിലേക്ക് പോവാതെ പരിഹരിക്കാൻ വിശ്വം ശ്രദ്ധിക്കണം. തരുൺ സാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടായാൽ മറ്റു കുട്ടികളുടെ മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ എന്നൊക്കെ മാഡം പറയേ. ഇല്ല മാം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ചോ ഇങ്ങോട്ട് വരുമ്പോഴോ തിരിച്ചു പോകുമ്പോഴോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് വിക്രം പറയേ. കാരണം എന്ന് മാമും ചോദിക്കും. കാരണം ഗൗരി DYSP തരുൺ സാറിന്റെ മകളാണെന്നുള്ളത് തന്നെ. പിന്നെ എന്നെ പോലെ ഒരാളെ കൂട്ടുവരാനും പോകാനും ഏൽപ്പിച്ചിരിക്കുന്നത് സാറിന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രം. എത്ര വലിയ ഉയരത്തിലുള്ള ആളാണെങ്കിലും സ്വന്തം മക്കളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യം ഒന്ന് ആടി പോവല്ലോ മാഡം, അത്രയുള്ളൂവെന്ന് തരുണും പറയുന്നുണ്ട്. എനിവേ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്ന ഗൗരിയുടെ ക്ലാസ് ടീച്ചറെ കാണിച്ച് ഇത് ഗൗരിയുടെ ക്ലാസ് ടീച്ചറാണ് സ്വാതി. ഗൗരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ടീച്ചറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്ന വിശ്വം പോയിക്കോളൂ എന്ന് പറയേ. താങ്ക് യു മാം എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഗൗരിയുടെ ടീച്ചറോട് ഇരിക്കാനായി പറഞ്ഞ് ടീച്ചർക്ക് എന്ത് തോന്നുന്നു എന്ന് മാഡം ചോദിക്കേ. ഇങ്ങനെയൊക്കെ ഒരു ജോലി ഉണ്ടാവോ മാഡം എന്ന് ടീച്ചറും ചോദിക്കുക. എനിക്ക് തോന്നുന്നത് ഇയാള് പോലീസിൽ തന്നെ ആയിരിക്കുമെന്നാണെന്ന് മാഡവും പറയും. പോലീസിലുള്ള ഒരാളെ മേലധികാരിയുടെ മോളെ നോക്കാൻ നടക്കോ എന്ന് സ്വാതി ടീച്ചറും ചോദിക്കും. ചിലപ്പോ ഇതിന്റെ മറവിൽ വേറെ വല്ല അന്വേഷണത്തിനുമാണോന്ന് ആര് കണ്ടു? ഈ ബോഡി ഗാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും കേസ് അന്വേഷണത്തിനുള്ള ഒരു മറയാണെങ്കിലും
അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കൂളിനെ പറ്റി എന്തന്വേഷിക്കാൻ എന്ന് ടീച്ചറും ചോദിക്കുന്നുണ്ട്. ആവോ അറിയില്ല, എന്തായാലും ടീച്ചർ അയാളെന്ന് ശ്രദ്ധിച്ചോ എന്ന് മാഡം പറയേ. ഞാൻ എന്തിനും ശ്രദ്ധിക്കണമെന്ന് ടീച്ചർ അല്ല, അയാളുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അവയുടെ ബോഡി ഗാർഡ് ആയതുകൊണ്ട് അയാളുടെ ടീച്ചറുടെ സർവൈലൻസിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ശരി പോയിക്കോളൂ എന്ന് പറഞ്ഞ മാഡം ടീച്ചറെ എവിടുന്ന് പറഞ്ഞേക്കും. സ്വാതി ടീച്ചർ പുറത്തിറങ്ങുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന വിക്രത്തെ കാണുന്ന നിമിഷം സംശയത്തോടെ നോക്കി നിന്ന് തന്റെ ക്ലാസ്സിലേക്ക് പോവുകയും പിന്നീട് വേദ തരുണിനെ വിളിക്കുക. ഹലോ ഞാനാണ് എന്ന് വേദ പറയുക. മനസ്സിലായി എന്ന് തരുണും. ഓഫീസിലെത്തിയോ എന്നവൻ ചോദിക്കേ. ഉവ്. അയാൾ വന്നോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. ആ വന്നു, കണ്ട് സംസാരിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്. ഒരു പാവമാണെന്ന് തോന്നുന്നു എന്ന് തരുൺ പറയുന്നത് കേൾക്കെ. എന്താ അയാളുടെ പേര് എന്ന് വേദയും ചോദിക്കും. വിശ്വം എന്നാണ് പറഞ്ഞത്, പക്ഷെ വന്ന ഉടനെ തന്നെ മോൾ അയാളുടെ പേര് മാറ്റി. അവള് കാണുന്ന കാർട്ടൂണിലെ രാക്ഷസനാണത്ര അയാള്, ചമ്പൂകൻ എന്ന് വിക്രം പറയുന്ന കേൾക്കെ. അവളും അയാളും തമ്മിൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എന്റെ കൂടെ തന്നെ അവളെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് വേദയും പറയുന്നു. ഏയ് താൻ ടെൻഷനാവൊന്നും വേണ്ട, അവൾ ഓക്കെ ആയിക്കോ. അധികം വൈകാതെ തന്നെ ഞാൻ അങ്ങോട്ട് മാറുമല്ലോ. അതുവരെയുള്ളൊരു താൽക്കാലിക ഏർപ്പാടല്ലേ ഇത്, സാരമില്ല എന്ന് തരുൺ പറയേ. ശരി, ഞാൻ ഇടയ്ക്ക് അവളെ വിളിച്ചോ എന്ന് വേദ പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് തരുൺ കോൾ വെക്കും. ഓഫീസിൽ ഇരിക്കുകയായിരുന്ന വേദയുടെ അരികിലേക്ക് പ്യൂൺ വന്ന് മാഡം വിസിറ്റർ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് വേദ ചോദിക്കും. മാഡത്തിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്, മുൻ MLA ആണ് എന്ന് അയാൾ പറയുന്നു. ഓ അവരാണോ, വരാൻ പറയുന്ന വേദ പറയുന്നവൾക്കെ. അയാൾ അവിടുന്ന് പോകും. പിന്നീട് MLAയും ഫ്രണ്ടും അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും വേദ അവരെ സ്വീകരിച്ചിരുത്തു. തന്റെ പേര് ചൊക്കലിംഗമാണെന്നും മുൻ MLA ആണെന്നും സ്വയം പരിചയപ്പെടുത്തി കൂടെയുള്ള കലേശിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് അയാൾ. പറയൂ എന്ന് വേദ പറയുമ്പോൾ ബ്യൂറോക്രസിയും പൊളിറ്റിക്സും ഒന്നു ചേർന്നാലേ ഊരിൽ എന്തെങ്കിലുമൊക്കെ നടക്കൂ എന്നയാൾ പറയുന്നയാൾക്ക് ചൊക്കലിംഗം എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നതാണോ എന്ന് വേദയും ചോദിക്കുക. അയ്യോ അങ്ങനെയൊന്നുമില്ല എന്നയാൾ ചിരിയോടെ പറയേ. സ്ട്രെയിറ്റ് ആയി വിഷയത്തിലേക്ക് വാങ്ങോ സർ, എന്തിനാ എന്റെ സമയം വേസ്റ്റ് ആക്കുന്നതെന്ന് വേദയും ചോദിക്കും. അയാൾ കൂടെയുള്ള കലേശനെ ചേർത്ത് പിടിച്ച് മാഡം ഈ കലേശൻ ദേവരാജന്റെ സ്വന്തം ആളാ. ദേവരാജൻ ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ട് കുറെ നാളായി. ഇപ്പോ മേഡമാണ് അയാളുടെ ബിസിനസിന് കുറുകെ നിൽക്കുന്നത്. മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇടഞ്ഞാലും വിഷയം അറിയുമ്പോൾ അവർ കോംപ്രമൈസ് ആവും. മാഡം ഒന്ന് കണ്ണടച്ചേക്കണം, ചുമ്മാ വേണ്ട, പകരമായിട്ട് മാഡത്തിനെ കാര്യമായിട്ട് കാണാം എന്നയാൾ പറയുന്നയാൾക്ക് എണീക്കിടോ എന്ന് വേദയും. എന്താ എന്നയാൾ ചോദിക്കേ. എണീക്കിടോ എന്ന് വേദ ഒച്ചവെക്കുമ്പോഴേക്കും ചൊക്കലിംഗവും കലേശനും എഴുന്നേൽക്കുക. ഇത് അവരുടെ നേരെ വിരൽ ചൂണ്ടി പറയുന്നുണ്ട്. ഇനി ഈ വിഷയവും പറഞ്ഞ് ഇവിടേക്ക് വന്നാ താൻ പിന്നെ അകത്തു കിടക്കും, അറിയോന്ന്. സിറ്റിംഗ് MLA പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചിട്ടില്ല, പിന്നാണ് പഴയ MLA. ഒന്ന് ഇറങ്ങിപ്പോടോ എന്ന് വേദ പറയുമ്പോഴേ ചൊക്കലിംഗം ദേഷ്യം സഹിക്കാനാവാതെ കലേശന്റെ കവിള തടിക്കുക. എന്താ സാർ ഇത് എന്ന് കലേശൻ ചോദിക്കുമ്പോഴേക്കും ചൊക്കലിംഗം അയാളെ വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുക. അവിടെ വാടക വീട്ടിൽ അരവിന്ദൻ ചായ ഉണ്ടാക്കി അടച്ചിട്ട കഥകിൽ തട്ടി മാഷെ ഉറക്കമാണോ എന്ന് വിളിച്ച് ചോദിക്കും. ഏയ് അല്ലെന്ന് മാഷ് വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ട് വാതിൽ തുറന്ന് അരവിന്ദൻ അങ്ങോട്ട് ചെന്ന് കസേരയിൽ ഇരിക്കുകയായിരുന്ന മാഷിനോടായി മാഷ് ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നു. ചായ ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് മാഷ് എഴുന്നേൽക്കുമ്പോഴേക്കും എന്നാ വേണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മാഷ് വന്ന് എന്ന് പറഞ്ഞ് അരവിന്ദേട്ടൻ വിളിക്കേ. മാഷും വാക്കറിൽ നടന്ന് ഡൈനിങ് ടേബിളിലേക്ക് പോകും. മാഷ് ചായ എടുത്ത് കുടിക്കുമ്പോഴേക്കും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നില്ല. എനിക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ല, പാലിൽ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടാൽ ചായ ആവില്ലെന്ന് പറഞ്ഞ് ആമി എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അവള് നന്നായിട്ട് ചായ ഉണ്ടാക്കും, അവളുടെ അമ്മ ഉണ്ടാക്കുന്ന അതേ സ്വാദ്. ഗീത പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, അതിനുള്ള സമയം അവൾക്ക് കിട്ടിയിട്ടുമില്ല. എന്നാലും ആ ജീനുണ്ടാവല്ലോ ഉള്ളില് എന്ന് അരവിന്ദൻ പറയും. അത് കേട്ട് മാഷും മുമ്പ് ചോദിക്കണമെന്ന് വിചാരിച്ചതാ ആമിയുടെ അമ്മ എന്ന് ചോദിക്കേ. മാഷിന്റെ അവസ്ഥ പോലെയൊക്കെ തന്നെ, പക്ഷേ 2 വയസ്സുവരെ മാത്രമേ ആമിക്ക് ഗീതയുടെ സ്നേഹവും വാത്സല്യവും കിട്ടിയുള്ളൂ എന്ന് മാത്രം എന്ന് അരവിന്ദൻ പറയേ. എന്തായിരുന്നു പ്രശ്നമെന്ന് മാഷൻ ചോദിക്കുന്നു. എന്റെ അശ്രദ്ധ തന്നെയായിരുന്നു പ്രശ്നം മാഷ്. ഞാനാണെങ്കിൽ ജോലി തിരക്കുമായി തലങ്ങും വിലങ്ങും ഓട്ടമായി. ഇടയ്ക്ക് ഒരു വയറുവേദന വരാറുണ്ടെന്ന് അവൾ പറയുമായിരുന്നു. ഗ്യാസിന്റെ ആവും എന്ന് പറഞ്ഞ് അവൾ തന്നെ സമാധാനി. ഇടയ്ക്കൊക്കെ ചില ഡോക്ടർമാരെയൊക്കെ കാണിച്ചിരുന്നു. അവരെ കുറിച്ച മരുന്നും കഴിച്ചു. പക്ഷേ അതൊന്നും അവൾക്കുണ്ടായിരുന്ന അസുഖത്തിനല്ലാതെ പോയി. ഒരു ദിവസം ടോയ്ലറ്റിൽ വെച്ച് ഒരുപാട് ചോര പോയി കുഴഞ്ഞു വീണു. അപ്പോഴറിഞ്ഞത് 4th സ്റ്റേജ് കഴിഞ്ഞിരുന്നു. ക്യാൻസർ. സർജറിയും കീമോയും ഒക്കെ ചെയ്തു നോക്കി. അതൊന്നും ഫലിക്കുന്ന അവസ്ഥയിലല്ലായിരുന്നു. ആമിക്ക് 1 വയസ്സുള്ളപ്പോഴാ ഗീതയുടെ അസുഖം കണ്ടുപിടിക്കുന്നത്. അവൾക്ക് 2 വയസ്സായപ്പോഴേക്കും ഗീത കിടപ്പിലായി. ആമയുടെ 2ാം പിറന്നാളിന് ചോറുണ്ണണമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കുറുക്കു കൊടുക്കുന്ന പോലെ ഞാൻ തയ്യാറാക്കി ചെല്ലുമ്പോഴേ ബോധമില്ലായിരുന്നു. അന്ന് വൈകിട്ടോടെ എല്ലാം കഴിഞ്ഞു. അന്ന് ആർക്കും അവളുടെ പിറന്നാൾ ഉണ്ണാൻ പറ്റിയില്ല. പിന്നീട് ഒരിക്കലും ആമയുടെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല എന്ന് അരവിന്ദൻ വിഷമത്തോടെ പറഞ്ഞു നിർത്തേ. സോറി, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് മാഷും പറയുന്നുണ്ട്. ആരോടും ഞങ്ങൾ പറയാറുമില്ല. ഗീത പോയപ്പോ ശരിക്കും ഞാൻ ഹാൻഡിക്യാപ്ഡായി. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയവുമില്ല. ആമിയാണെങ്കിൽ വാശിയോട് വാശി. ആദ്യം ഉപേക്ഷിച്ചത് ജോലിയാ. പിന്നെ അവളോടൊപ്പമായിരുന്നു ഏതു നേരവും. ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവൾക്ക് അമ്മയില്ല എന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. പതിയെ പതിയെ ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ തുടങ്ങിയപ്പോൾ അവൾ വല്ലാതെ ഉൾവലിയാൻ തുടങ്ങി. ആദ്യമേ ഞാൻ ജോലി ഉപേക്ഷിച്ച മതിയായിരുന്നു.
എങ്കിലൊരു പക്ഷേ ഗീതയെ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നു. ഇത്തിരി നേരത്തെ നല്ലൊരു ചികിത്സയ്ക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊരു ദീർഘനിശ്വാസത്തോടെ അരവിന്ദൻ പറയുകയാണ്. ആണുങ്ങൾ ജീവിച്ചിരിക്കെ അവരുടെ ഭാര്യമാർ മരിച്ചു പോകുന്നതിൽ പരം ഒരു ദുരന്തം വേറൊന്നുമില്ല അരവിന്ദ. അവരുള്ളപ്പോ നമ്മൾ വീരശൂര പരാക്രമികളായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവരുമായി വഴക്കിടുമായിരിക്കും. പക്ഷേ അവരില്ലാതാവുമ്പോഴാണ് എത്ര നിസ്സഹായരാണ് നമ്മളെന്ന് മനസ്സിലാവുക. മരിച്ചുപോയ മനുഷ്യൻ പിറന്നു വീണ കുഞ്ഞിനെ പോലെയാണ് അരവിന്ദ. ചുറ്റുമുള്ള ലോകം അവർക്ക് പെട്ടെന്ന് അപരിചിതമായി തോന്നും എന്ന് മാഷ് പറയേ, ശരിയാ മാഷ്, ഗീതയുടെ അസുഖം എനിക്കാവുകയും ഞാൻ നേരത്തെ മരിച്ചു പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി നന്നായിട്ട് ആമയെ വളർത്താൻ അവൾക്കാകുമായിരുന്നു എന്ന് അരവിന്ദനും പറയുകയാ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, തനിക്ക് കഴിയുന്നത് പോലെ തന്നെ നന്നായി അരവിന്ദൻ അവളെ വളർത്തിയില്ലേ എന്ന് മാഷ് പറയേ. ഇനി അവളുടെ വിവാഹം കൂടി കഴിയണം മാഷ്. അവളെ മനസ്സിലാക്കാൻ പറ്റുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന ഒരാള്, അങ്ങനൊരു പയ്യൻ വരണമെന്ന് അരവിന്ദൻ പറയുന്നുണ്ട്. അതൊക്കെ സമയത്ത് നടന്നു, താൻ സമാധാനപ്പെട് എന്ന് മാഷ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ആമി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിൽ തെറ്റൊന്നും വിചാരിക്കരുത്, അത് ശരിയല്ലെങ്കിൽ അപ്പൊ തന്നെ വിട്ടേ. മാഷിന്റെ മോൻ വിക്രമിന് വേണ്ടി ആമിയൊന്ന് ആലോചിച്ചാലോ എന്ന് അരവിന്ദൻ ചോദിക്കുന്നത് അങ്ങോട്ട് വന്ന ആമയും ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അല്ല, പെട്ടെന്നൊരു തീരുമാനം പറയണ്ട, എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് അരവിന്ദൻ പറയുമ്പോഴേ ആമി അങ്ങോട്ട് കയറി വന്ന്, അല്ല രണ്ടുപേരും എന്തോ സീരിയസ് ചർച്ചയിലാണല്ലോ, എന്താ വിഷയം എന്ന് ചോദിക്കേ. ഏയ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ എന്ന് മാഷ്. അല്ല നീ ഇത് നേരത്തെ ആണല്ലോ എന്നച്ഛൻ ചോദിക്കേ. ആ കുറച്ച് ചായ വേണോ നിങ്ങൾക്കെന്ന് ആമി ചോദിക്കേ. വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് അരവിന്ദൻ. ഗുഡ് ബോയ്സ്, എന്നാലേ ഞാനൊരു ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ആമി പോവാൻ തുടങ്ങുമ്പോഴേക്കും, എന്നാലേ ഞങ്ങൾക്ക് കൂടി ഓരോ ചായ ഇട്ടോ, ഇത് തണുത്തുപോയി, എന്റെ ചായ പറ്റി കുറെ പൊക്കി പറഞ്ഞതാ ഞാൻ എന്ന് അരവിന്ദൻ പറയേ. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആമി ചായ ഉണ്ടാക്കാനായി പോവുക. അവൾ പോയി കഴിയുമ്പോഴേക്കും അവൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ മാഷേ എന്ന് അരവിന്ദൻ ചോദിക്കുന്നു. ഏയ് ഇല്ല എന്ന് മാഷും. ആ സംസാരം അടുക്കളയിലായിരുന്ന ആമിയും ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചതെന്ന് പറഞ്ഞ് അവൾ എന്നെ ഇട്ട് പൊരിക്കും, അതാ എന്ന് അച്ഛൻ പറയുന്നതുകൾക്ക് ആമിയും പുഞ്ചിരിയോടെ അടുക്കളയിൽ നിൽക്കും. പിന്നീട് വിക്രം ബൈക്കിൽ മുറ്റത്തിരിക്കുമ്പോഴാണ് കടയിൽ പോയി വരികയായിരുന്ന ഷീല അവനോടായി ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ എന്ന് ചോദിക്കുന്നത്. ഇല്ലെന്നവൻ പറയേ, ഞാൻ കാപ്പിയിട്ട് തരാമെന്ന് പറഞ്ഞു ഷീല വീട്ടിലേക്ക് കയറി പോവുക. അപ്പോഴാണ് വിക്രത്തിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ കോൾ എടുക്കുമ്പോഴേക്കും തരുൺ ആയിരുന്നു അത്. സ്കൂള് വിട്ടോ എന്ന് തരുൺ ചോദിക്കേ. അറിയില്ല സാർ എന്ന് വിക്രവും. അറിയില്ലെന്നോ, താൻ എവിടെയാ എന്ന് തരുൺ ചോദിക്കേ. ഞാൻ വീട്ടിലെന്ന് വിക്രവും. താനെന്തിനാ വീട്ടിൽ പോയി നിൽക്കുന്നേ എന്ന് തരുൺ ചോദിക്കേ. അവളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ഇങ്ങ് പോന്നു എന്ന് വിക്രം. തനിക്കെന്താ വീട്ടിൽ ജോലിയെന്ന് തരുണും ചോദിക്കുന്നുണ്ട്. പുറത്ത് നിൽക്കണ്ടെന്ന് മോളും പറഞ്ഞു. പിന്നെ സ്കൂളിലായതുകൊണ്ട് പ്രശ്നമില്ലെന്ന് ഞാനും വിചാരിച്ചു എന്ന് വിക്രം. അതെങ്ങനെ താൻ തീരുമാനിച്ചു? ഈ വിശ്വം അവളുടെ ഒപ്പം താൻ വേണം, സ്കൂളിലായാലും വീട്ടിലായാലും ഞങ്ങളില്ലാത്തപ്പോ മുഴുവൻ. മനസ്സിലായോ? സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും പ്രത്യേകിച്ചൊരു ശ്രദ്ധ വേണം എന്ന് തരുൺ പറയേ. മനസ്സിലായി, ഞാൻ ഇപ്പോ തന്നെ സ്കൂളിലേക്ക് പോയിക്കോളാമെന്ന് വിക്രവും പറയുന്നു. വേഗാവട്ടെ എന്ന് തരുൺ പറയുമ്പോഴേക്കും ശരി സാർ എന്ന് പറഞ്ഞ് വിക്രം ബൈക്കിലേക്ക് കയറി പോവാൻ തുടങ്ങുമ്പോഴാണ് സ്കൂൾ ബസ് അങ്ങോട്ട് വരുന്നത്. സേതുലക്ഷ്മിയും മോളെ വിളിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന ഗൗരിയും വിക്രത്തെ കണ്ട് ഇയാൾ പോയില്ലേ എന്ന് ഗൗരി ചോദിക്കേ. സ്കൂൾ വിടുന്നതിന് മുമ്പ് എന്താ അങ്ങോട്ട് പോവാതിരുന്നെന്ന് സേതുലക്ഷ്മിയും ചോദിക്കുന്നു. അയ്യോ ടൈം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് വിക്രം. ഇനി തരുൺ എങ്ങാൻ ഇത് അറിഞ്ഞ എന്ന് സേതുലക്ഷ്മി പരിഭ്രമത്തോടെ പറയേ. ഇപ്പൊ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞു എന്ന് വിക്രം. എന്നിട്ട് എന്ന് സേതുലക്ഷ്മി ചോദിക്കേ. നാളെ തൊട്ട് എങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിക്രം പറയുന്നത് കേൾക്കേ ഗൗരി. ഷോ നാളെ തൊട്ട് ഇയാൾ ഫുൾ ടൈം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഗൗരി അകത്തേക്ക് കയറി പോകും. വിക്രത്തെ നോക്കിയൊന്ന് ചിരിച്ച് സേതുലക്ഷ്മിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഷീല അടുക്കളയിൽ ചായ ഉണ്ടാക്കുമ്പോഴാണ് റാം അങ്ങോട്ട് വന്ന് ഇപ്പൊ അവർക്ക് ആ ചായ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു. വിശത്തിനാണെന്ന് പറയുമ്പോൾ ഒരു തവണ ചായ കൊടുത്തല്ലോ എന്ന് റാമും ചോദിക്കുക. അപ്പൊ പാലില്ലായിരുന്നു, ഇപ്പോ പാല് വാങ്ങിച്ച് കടുപ്പത്തിലൊരെണ്ണം കൊടുക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ച് ഷീല ആ ചായയുമായി വിക്രത്തിന്റെ അരിയിലേക്ക് പോവുക. അവൾ മുറ്റത്തെ ബൈക്കിലിരിക്കുന്ന വിക്രത്തിന് ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അല്ല മുമ്പൊന്ന് കുടിച്ചതല്ലേ ഉള്ളൂ എന്ന് വിക്രവും ചോദിക്കുന്നു. ഇത് കട്ടനല്ലായിരുന്നോ എന്ന് ഷീല ചോദിക്കുമ്പോഴേക്കും വിക്രം ആ ചായ വാങ്ങിക്കുകയാണ്. നിങ്ങളുടെ മുഴുവൻ പേരെന്താ എന്ന് ഷീല ചോദിക്കേ. വിശ്വനാഥൻ എന്ന് വിക്രം പറയുന്നുണ്ട്. നല്ല പേരാണല്ലോ. എന്റെ പേര് ശരിക്കും ശൈല എന്നായിരുന്നു, ശൈലജ. ഇന്ത്യയിൽ പറഞ്ഞു പറഞ്ഞ് ഷീല എന്നാക്കിയ പേരായിരുന്നെങ്കിൽ വിശ്വനാഥനും ശൈലജയും നല്ല ചേർച്ചയുള്ള പേരാണല്ലേ എന്നവൾ പറയുന്നത് അങ്ങോട്ട് വന്ന റാമും ദേഷ്യത്തോടെ കേട്ടു നിൽപ്പ്. വിക്രവും അമ്പരപ്പോടെ അവളെ നോക്കുമ്പോഴേക്കും നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? അല്ല ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കി നടക്കുമായിരുന്നോ അതോ വേറെന്തെങ്കിലും ജോലി എന്നവൾ ചോദിക്കേ. എന്താ കാര്യം എന്ന് വിക്രവും ചോദിക്കും. വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് ഷീല പറയേ. അറിയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് വിക്രവും ചോദിക്കുന്നുണ്ട്. അയ്യോ ഇല്ല, ഒരു സംശയം കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് ഷീലയും. എന്ത് സംശയമെന്ന് വിക്രവും. അല്ല ഇവിടുത്തെ മാഡം ഒരു പ്രത്യേക ടൈപ്പാണ്. കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിക്കണമെങ്കിൽ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടേ അത് ചെയ്യും. നിങ്ങളുടെ കാര്യത്തിലെല്ലാം പെട്ടെന്നായിരുന്നല്ലോ തീരുമാനിച്ചത്. അപ്പൊ അറിയാവുന്ന ആളാണെന്ന് തോന്നി എന്ന് ഷീല പറയുന്നു. പോലീസിലാ മതിയോ എന്ന് വിക്രം. അത് കേട്ട് ഷീലയും പരിഭ്രമത്തോടെ പോലീസോ എന്ന് ചോദിക്കേ. അതെ, കുട്ടിയെ നോക്കാൻ മാത്രമല്ല അത്യാവശ്യം ചില കേസുകൾ കൂടി അന്വേഷിക്കാൻ വന്നതാ. എന്താ എന്ന് വിക്രം ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പേടിയോടെ ഷീലയും പറയുകയാ.
ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഷീല തരേണ്ടി വരും എന്ന് വിക്രം പറയേ. എന്ത് ചോദ്യങ്ങൾ എന്നവളും പേടിയോടെ ചോദിക്കുന്നു. അതൊക്കെയുണ്ട് എന്ന് വിക്രം പറയുമ്പോഴേ സിറ്റൗട്ടിൽ നിൽക്കായിരുന്ന റാമും ഷീല മേം സാ ബുലായെ അന്തർ ജാവോ എന്ന് വിളിക്കുന്നു. ഈ ആയിയെ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുക. റാമും ദേഷ്യത്തോടെ വിക്രമിനെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി പോവുക. അവിടെ ബെഡ്റൂമിൽ കിടന്ന് ചിത്രം വരയ്ക്കുകയാണ് ഗൗരി. ഇടയ്ക്ക് ജനലിലൂടെ പുറത്ത് ബൈക്കിലിരിക്കുന്ന വിക്രത്തെയും ശ്രദ്ധിക്കുന്നു. വിക്രത്തെ നോക്കി ചാമ്പൂകനെയാണ് ഗൗരി വരയ്ക്കുന്നത്. പിന്നീട് അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വന്നു നിന്ന് ചാമ്പൂകൻ ചായ കുടിക്കുന്നത് പോലെ വിക്രത്തെ സങ്കല്പിച്ച് അവനെ നോക്കി താൻ വരച്ച ചിത്രത്തിലേക്ക് നോക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് സേതുലക്ഷ്മി അങ്ങോട്ട് വന്ന് എന്താ ഇത്ര ചിരിക്കാൻ എന്ന് ചോദിക്കുന്നു. അച്ഛമ്മ നോക്കിക്കേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് താൻ വരച്ച ചിത്രത്തിലേക്കും ചൂണ്ടി കാണിക്കുകയാണ് ഗൗരി. അവിടെ ആരാ എന്ന് സേതുലക്ഷ്മി ചോദിക്കേ. ശരിക്കും ഇതുപോലെ ഇല്ലേ എന്ന് ഗൗരി. ആളോ ഏയ് എന്നച്ചമ്മ പറയേ. അച്ചമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചമ്പൂകനാ വേഷം മാറി വന്നിരിക്കുക എന്ന് ഗൗരിയും പറയുന്നു. മോൾ ഇത് കുടിച്ചേ എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി പാല് നീട്ടുമ്പോഴേക്കും എനിക്ക് പാല് വേണ്ട ചായ മതി എന്ന് ഗൗരി. കുട്ടികൾ ചായ കുടിക്കാൻ പാടില്ല അറിയോ എന്ന് അച്ചമ്മ ചോദിക്കേ. ആര് പറഞ്ഞു? എന്റെ ക്ലാസ്സിലത്തെ എല്ലാരും കുടിക്കല്ലോ എന്ന് ഗൗരിയും. നീ ഇത് കുടിച്ചില്ലെങ്കിലേ ആരാ? ചമ്പൂകൻ അയാളെ വിളിക്കാളെ അടിക്കുകയല്ല ചെയ്യുന്നത് പിച്ചിയെടുക്കും എന്ന് അച്ചമ്മ അവളെ പേടിപ്പിക്കുന്നു. ഇരിക്കും എന്ന് ഗൗരി ചോദിക്കേ. ശരിക്കും എന്താ സംശയം എന്ന് അച്ഛമ്മ. എന്നാ പകുതി കുടിക്കാം എന്ന് ഗൗരി പറയേ. പകുതി കുടിച്ചാ പകുതി പിച്ചുമെന്ന് അച്ചമ്മ പറയുന്നു. അപ്പോഴാണ് അവരുടെ മൊബൈൽ റിംഗ് ചെയ്യുന്നത്. അവൾ കോൾ എടുക്കുമ്പോഴേക്കും വേദയായിരുന്നു അപ്പുറത്ത്. ഹലോ അമ്മേ എങ്ങനെയുണ്ടെന്ന് ബോഡി ഗാർഡ് വന്നിട്ട് എന്ന് വേദ ചോദിക്കും. അയാൾ ഒരു പാവമാണെന്ന് തോന്നുന്നു മോളെ. എന്ത് ചോദിച്ചാലും അധികം സംസാരിക്കത്തില്ല. എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കും. എന്തിനാണോ ഇങ്ങനെ ഒരു പാവത്താനെ പിടിച്ച് ബോഡി ഗാർഡ് ആക്കിയത് എന്നച്ചമ്മ പറയുന്നവൾക്ക് പാവത്താനൊന്നുമല്ല ചമ്പൂകനാ. ആ ഫോണിങ് താ അച്ചമ്മയെന്ന് പറഞ്ഞ് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി ഗൗരി അമ്മയെ വിളിച്ച് ശരിക്കും ചമ്പൂകൻ അമ്മേ പാല് കുടിച്ചില്ലെങ്കിൽ എന്നെ ഇപ്പോ പിച്ചി കൊല്ലുമെന്ന് അച്ചമ്മ പറഞ്ഞതേ ഉള്ളൂ എന്ന് ഗൗരി പേടിയോടെ പറയുന്നവൾക്ക് ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് വേദ. നീയും ചമ്പൂകൻ പിച്ചി കൊല്ലും എന്ന് ഗൗരി. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞോളാം പോരെ എന്ന് വേദ ചോദിക്കും. ഇപ്പൊ പറയണമെന്ന് ഗൗരിയും. ഇപ്പോഴോ എന്ന് വേദ ചോദിക്കേ. അതെ പാല് കുടിച്ചില്ലെങ്കിൽ പിച്ചരുതെന്ന് പറഞ്ഞ മതിയെന്ന് ഗൗരിയും. ഫോൺ കൊടുക്ക് അമ്മ പറയാം എന്ന് വേദ പറയുന്നവൾക്ക് ഗൗരി മൊബൈലുമായി വിക്രത്തിന്റെ അടുത്തേക്ക് ഓടുക. വിക്രത്തിന്റെ അരികിലേക്ക് ചെന്ന് ദാ അമ്മ സംസാരിക്കുക എന്നവനോടായി പറഞ്ഞ് അമ്മേ ഞാൻ ഫോൺ കൊടുക്കട്ടെ എന്ന് ഗൗരി ചോദിക്കുമ്പോഴാണ് സ്റ്റാഫ് അങ്ങോട്ട് കയറി വന്ന് മാഡം റവന്യൂ മിനിസ്റ്റർ വരുന്നുണ്ടെന്ന് പറയുന്നു. മോളെ അമ്മ പിന്നെ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ വേദ പെട്ടെന്ന് ആ കോൾ കട്ട് ചെയ്യുക. ഹലോ അമ്മേ ഹലോ അമ്മ കട്ട് ചെയ്തു എന്ന് വിഷമത്തോടെ പറഞ്ഞു നിൽപ്പാ ഗൗരി. പാല് കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് അമ്മയ്ക്കറിയാം. അതാ കുടിക്കേ എന്ന് പറഞ്ഞ അച്ഛമ്മ പാല് നീട്ടുമ്പോഴേ ഗൗരി പരിഭ്രമത്തോടെ വിക്രത്തെ ഒന്നും നോക്കുകയാ. നോക്കണ്ട പാല് കുടിച്ചില്ലെങ്കിൽ ചമ്പൂകൻ നല്ല ശിക്ഷ തരും കുടിക്കേ എന്നവളോടായി പറഞ്ഞ് പാല് മുഴുവൻ കുടിക്കണ്ടേ എന്ന് വിക്രത്തോടായി ചോദിക്കുന്നുണ്ട് സേതുലക്ഷ്മി. എന്നെ മുഴുവൻ കുടിച്ചേ പറ്റൂ എന്ന് പറയുന്ന വിക്രത്തിന്റെ മുഖത്തേക്ക് ഗൗരി നോക്കുമ്പോൾ ചമ്പൂകൻ അവളുടെ നേരെ വരുന്നതായി അവൾക്ക് തോന്നുക. അവൾ പെട്ടെന്ന് പരിഭ്രമത്തോടെ പാല് വാങ്ങി കുടിക്കും. രാത്രിയാവുമ്പോ അരവിന്ദനും മാഷും ആർമിയും കൂടി ഷീട്ട് കളിക്കും. അവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന മാഷും അവരോടായി പറയുന്നുണ്ട് എനിക്ക് ഈ കളി അത്ര വശം പോരാ. ഏയ് മാഷ് പേടിക്കണ്ട ഞാൻ ഇതിൽ എക്സ്പേർട്ട് ആക്കി തരാം എന്നാമി പറയുന്നതുകൾക്ക്. അതെ കാർഡ് കളിയിൽ ഇവള് കഴിഞ്ഞേ ഉള്ളൂ അറിയോ എന്ന് അരവിന്ദൻ പറയുമ്പോഴേക്കും പുറത്ത് ബൈക്കിന്റെ ശബ്ദം കേട്ട് വിക്രമാണെന്ന് തോന്നുന്നു എന്ന് മാഷും പറയുന്നു. മാഷ് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അമ്മ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക. വിക്രം ബൈക്ക് ഓടിച്ചു പോകുന്നത് കണ്ട് അതെ നിർത്തിക്കെ എങ്ങോട്ടാ? ദേ ഇതിലേ പോരെ എന്നവൾ വിളിച്ചു പറയുന്നു. അവൻ വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളെ ഇവിടെ പൊരിഞ്ഞ കളിയിൽ എന്നവൾ പറയേ. കളിയോ എന്ന് വിക്രവും ചോദിക്കുക. കാർഡ്സ് കളി ഒരു കൈ ഇരിക്കുന്നോ എന്ന് അച്ഛന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ആമി ചോദിക്കുന്നു. ഇല്ല അല്ല അച്ഛൻ ഈ കളിയൊന്നും പതിവില്ലല്ലോ എന്ന് വിക്രം ചോദിക്കേ. വയസ്സാങ്കാലത്തെ ഞാൻ മാഷിനെ ഷീട്ടുകളി പഠിപ്പിച്ചേ സ്വഭാവം അങ്ങ് ചീത്തയാക്കാമെന്ന് വെച്ചു. എന്തേ എന്ന് ചോദിച്ച് ആമി വീണ്ടും കളിക്കാനായി തുടങ്ങും. ഇരിക്കുന്ന അരവിന്ദൻ പറയുമ്പോഴേക്കും വിക്രവും അവരുടെ കൂടെ ഇരിക്കുക. അല്ല എന്തായി മേയ്ക്കാൻ പോയിട്ട് എന്ന് ആമി ചോദിക്കേ. മേയ്ക്കാനോ എന്ന് വിക്രവും. ഒരു തരത്തില് കൂടെ നടന്ന് കുട്ടിയെ മേയ്ക്കാണല്ലോ പണി എന്നവൾ പറയേ. ഓ അങ്ങനെ എന്ന് വിക്രം ചിരിയോടെ പറയുമ്പോഴേക്കും മോളെങ്ങനെ കുറുമ്പിയാണോ എന്ന് സുധാകരൻ മാഷൻ ചോദിക്കുന്നു. പിന്നെ നല്ല പത്തരമാറ്റ് കുറുമ്പി. അവൾ എന്നെ കണ്ടിട്ടുള്ളത് അവൾക്കെതിരെ അവിടെ കയറി ചെന്ന ഒരാളായിട്ട്. അതിന്റെ ഒരു പ്രശ്നം അവൾക്കുണ്ട്. ചെന്നപാടെ അതിന്റെ ഒരു പ്രശ്നം അവൾക്കുണ്ടായി. പതിയെ ശരിയാവും എന്ന് വിക്രവും പറയുകയാ. അപ്പോ ഞാൻ പറഞ്ഞത് അച്ചട്ടാ ശരിക്കും മേയ്ക്കുന്നത് തന്നെയാ പരിപാടി എന്ന് ആമി പറയുമ്പോഴേക്കും നാളെ മുതൽ എന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അച്ഛനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാലോ അല്ലേ എന്ന് വിക്രം ചോദിക്കുന്നു. എന്ന് വെച്ചാ എന്ന് മാഷ് ചോദിക്കേ. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വീക്കെൻഡ്സിലെ വരാൻ പറ്റും. അതുകൊണ്ട് മിഡ് ഡേയ്സിൽ അവിടെ ഉണ്ടാവണമെന്ന് വിക്രം പറയുന്നവർക്ക് ഓ ഇതൊരുമാതിരി ഹോം നഴ്സിനെ നിർത്തുന്ന പോലെ ആയില്ല എന്ന് ആമിയും പറയുന്നുണ്ട്. അപ്പോ അവരുടെ വീട്ടിൽ താമസിക്കേണ്ടി വരില്ല അതോ ഔട്ട് ഹൗസ് എങ്ങാനും ഉണ്ടോ എന്ന് അരവിന്ദേട്ടൻ ചോദിക്കേ. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് വിക്രവും. അത്രയും പകലും അവിടെ നിൽക്കണമെന്നാണെങ്കിൽ ആ പണി വേണോ വിക്രം എന്ന് മാഷി ചോദിക്കേ. എന്തായാലും ആൻഡ്രൂ സാറിനോട് ഏറ്റുപോയതല്ലേ അച്ഛാ. കുറച്ചു നാള് നോക്കിയിട്ട് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞു പോരാ
അതല്ലേ നല്ലതെന്ന് വിക്രവും പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും നീ വ്യക്തമായി പറയും, ഇങ്ങനെയൊരു ഫുൾ ടൈം ജോലിയല്ല പ്രതീക്ഷിച്ചതെന്ന് അറിയിക്കണം എന്ന് മാഷ് പറയേ. എന്തായാലും അടുത്ത ആഴ്ച കാണുമല്ലോ, അപ്പൊ പറയാമെന്ന് വിക്രം. അപ്പോ ഇന്ന് കണ്ടില്ലേ എന്ന് ആമി ചോദിക്കുന്നു. ആ കുട്ടിയുടെ അച്ഛൻ മാത്രമേ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ തമിഴ്നാട്ടിൽ എവിടെയോ സബ് കളക്ടർ എന്തോ ആണ്. ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അത്യാവശ്യമായിട്ട് അവരെങ്ങോട്ടോ പോയി എന്ന് വിക്രം പറഞ്ഞു നിർത്തുമ്പോഴാണ് വിഷമത്തോടെ ഇരിക്കുന്ന അച്ഛനെ കാണുന്നത്. അച്ഛന്റെ മുഖത്തെന്താ ഒരു വിഷമം എന്നവൻ ചോദിക്കേ. ഏയ്, ഇങ്ങനെ രാവും പകലും ഒരു വീട്ടിൽ നിന്ന് മാറാതെ ജോലി എന്ന് പറയും എന്നച്ഛൻ ടെൻഷനോടെ ചോദിക്കേ. സാരമില്ല അച്ഛാ, ആ കുട്ടിയെ ഡീല് ചെയ്യുന്നതിൽ ഒരു രസമൊക്കെ ഉണ്ട്. അച്ഛൻ വിചാരിക്കുന്നത് പോലെ ഇതത്രയ്ക്ക് ബോറൻ ഏർപ്പാടൊന്നുമല്ല. പിന്നെ ചെറുപ്പത്തിലെ നമ്മുടെ അപ്പുമോള് വീട്ടിൽ വന്നിരുന്നത് ഓർമ്മയില്ല, എവിടെയോ അതുപോലെയൊക്കെ ഒരു ഫീല്, നമ്മുടെയൊക്കെ അടുത്തൊരാളെ പോലെ ഒരു തോന്നൽ എന്ന് വിക്രം പറഞ്ഞു നിർത്തുമ്പോഴേക്കും എന്നാ പിന്നെ സാർ ഇരിക്കെ, നമുക്കൊരു റൗണ്ട് കളിക്കാമെന്ന് ആമി പറയുന്നു. അയ്യോ വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്, എങ്കിലും കഴിക്കണമെന്ന് വിക്രം പറയേ. എന്നാ പിന്നെ ഇവിടുന്ന് കഴിച്ചാലോ എന്ന് അരവിന്ദനും ചോദിക്കുന്നു. വേണ്ട അരവിന്ദ, ഞാൻ ചപ്പാത്തി ചുട്ടുവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും എന്ന ചെല്ല്, ഞാൻ കുറച്ച് കറിയും കൊണ്ടുവരാമെന്ന് ആമിയും പറയുക. വേണ്ട മോളെ, അവിടെ ഇരിപ്പുണ്ടെന്ന് ചേറിന്ന് എഴുന്നേറ്റുകൊണ്ട് മാഷും പറയുന്നുണ്ട്. ഇത്തിരി കറിയല്ലേ, സാരമില്ലെന്ന് അവൾ പറയുമ്പോഴേക്കും വിക്രവും മാഷും അവിടുന്ന് പോവുകയാണ്. ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.